ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു കൈപ്പക്ക കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പം ഞാനിവിടെ പരിപ്പും കൈപ്പക്കയും കൂടിയിട്ടുള്ള മുളക് കറിയാണ് ഉണ്ടാക്കുന്നത്. കുക്കറിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ഒരു കപ്പ് ഇതേപോലത്തെ മസൂർ ദാൽ പരിപ്പാണ് എടുത്തിട്ടുള്ളത്. പരിപ്പ് നമുക്ക് ഏത് വേണമെങ്കിലും എടുക്കാം കേട്ടോ. എന്നിട്ട് ഞാനിവിടെ 2 ചെറിയ കൈപ്പക്ക ഇതുപോലെ കട്ട് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. നമുക്ക് കുക്കറിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ചെറിയ ഒരു തക്കാളി ഉണ്ട്, 4-5 പച്ചമുളകും കീറിയിട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് എരിവിന് ആവശ്യമുള്ള പച്ചമുളക് ഇട്ടാൽ മതി. ഇനി ഞാനിവിടെ 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂണ് കാശ്മീരി ചില്ലി പൗഡറാണ് ആഡ് ചെയ്യുന്നത്. അത് നിങ്ങൾക്ക് ഇത്ര വേണ്ടെങ്കിൽ ഇത്ര ആഡ് ചെയ്യണ്ട കേട്ടോ. ഇത് എരിവില്ലാത്ത കാരണമാണ് ഞാൻ ഇത്ര അധികം ഇട്ട് കൊടുത്തിട്ടുള്ളത്. പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഒരു ചെറുനാരങ്ങയുടെ വലിപ്പത്തിൽ ഇതുപോലെ ഞാൻ പുളി എടുത്തിട്ടുണ്ട്. അത് പിഴിഞ്ഞിട്ട് ആ വെള്ളം നമുക്ക് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. ഇനി നമ്മുടെ കൈപ്പക്കയും പരിപ്പും വേവിക്കാൻ ആവശ്യമുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കണം. 2 ഗ്ലാസ് വെള്ളം ഞാൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരു വിസിൽ വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യണം. നിങ്ങൾക്ക് കുക്കറിൽ വെക്കണ്ടെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും പാത്രത്തിൽ വെച്ച് കൊടുത്താൽ മതി കേട്ടോ. ഇത് പെട്ടെന്ന് റെഡി ആവാൻ വേണ്ടിയിട്ടാണ് ഞാൻ കുക്കറിൽ വെച്ച് കൊടുക്കുന്നത്. ഒരു വിസിലിന് ശേഷം അതിൻ്റെ സ്റ്റീമൊക്കെ പോയിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കറൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കണം. ഇപ്പോൾ നമ്മുടെ പരിപ്പും കൈപ്പക്കയും എല്ലാം പാകത്തിന് വേവായിട്ട് കിട്ടിയിട്ടുണ്ട്. അത്യാവശ്യത്തിന് വെള്ളമൊക്കെ ഉണ്ട് കേട്ടോ. ഇനി വെള്ളമൊന്നും ഒഴിച്ച് കൊടുക്കണ്ട. നമുക്ക് ചോറിൽ ഒഴിച്ച് കൊടുക്കാൻ പറ്റിയ കറിയൊക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം. ഈ സമയത്ത് ഇതിൽ ഉപ്പും പുളിയൊക്കെ കറക്റ്റ് ആണോ എന്ന് നോക്കുക. എന്നിട്ടൊന്ന് ആഡ് ചെയ്തിട്ട് ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതി. അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് ഒന്നും കൂടി തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. പുളിയൊക്കെ കറക്റ്റാണ്. ഇനി നമുക്ക് ചൂടായ പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കണം. ഓയിലോ വെളിച്ചെണ്ണ എന്ത് വേണമെങ്കിലും ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് 1/2 ടീസ്പൂണോളം കടുക് ഇട്ട് കൊടുക്കണം. കടുക് പൊട്ടി വരുമ്പോൾ നമുക്ക് കുറച്ച് കറി ലീഫും കൂടിയിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമ്മുടെ കുക്കറിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഇപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള കൈപ്പക്ക കറി റെഡി ആയിട്ടുണ്ട്. കൈപ്പക്ക മുളകിട്ട കറിയാണ് കേട്ടോ. തേങ്ങ അരച്ചിട്ടും കറി വെക്കാം. അപ്പോൾ ചോറിൻ്റെ കൂടെയൊക്കെ ഒഴിച്ച് കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ്. ഇതിൻ്റെ കൂടെ പപ്പടമോ മീൻ വറുത്തതോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ മതിയാകും. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്